ബുദ്ധൻ രാത്രി നീളുവോളം ധ്യാനസ്ഥനായി. പ്രത്യേകിച്ചും ചന്ദ്രൻ തെളിഞ്ഞ രാത്രികളിൽ പ്രശാന്തമായ രാത്രിവായു ആസ്വദിച്ചുകൊണ്ട് തൻ്റെ കുടിലിന് പുറത്ത് മുളന്തണ്ട് കൊണ്ടിട്ട് അതിനുമേലിരിക്കുവാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടു. പുലർച്ചയ്ക്ക് മുമ്പ് തടാകത്തിന് ചുറ്റുമായി അദ്ദേഹം നടന്നു. ധ്യാനിക്കുവാൻ ബുദ്ധന് യുവഭിക്ഷുക്കളെ പോലെ ഏറെ ഉറക്കം ആവശ്യമായിരുന്നില്ല. ലോകത്തെ ഏറ്റവും ലളിതമായൊരു ധ്യാന സമ്പ്രദായത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. വിപാസന, വിപശ്യന എന്നൊക്കെ പല പേരിൽ പല രാജ്യങ്ങളിൽ അറിയപ്പെടുന്ന ഈ ധ്യാനമാണ് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ പേർ പരിശീലിക്കുന്ന ഒരു ധ്യാനമുറ. ഓഫീസ് എക്സിക്യൂട്ടീവുകളും ബുദ്ധസന്യാസിമാരും ജയിൽ പുള്ളികളുമൊക്കെ ഒറ്റയ്ക്കും കൂട്ടായുമൊക്കെ പരിശീലിക്കുന്ന ഈ ധ്യാനത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായി മാറിയത് സാക്ഷാൽ ഗൗതമ രാജകുമാരനായിരുന്നു. വിപസ്സനയുടെ ആഴങ്ങൾ കടന്ന സുന്ദര നിമിഷത്തിലായിരുന്നു അദ്ദേഹത്തിന് ഉണർവുണ്ടായത്. സ്വയം നിരീക്ഷിക്കലിൽ നിന്നും സ്വയം അറിഞ്ഞവനായ ആ മുഹൂർത്തമാണ് ബുദ്ധാവസ്ഥ. എല്ലാറ്റിനോടും സാക്ഷിഭാവത്തിൽ നോക്കിയിരുന്ന് സ്വയം നിരീക്ഷിച്ച് യാഥാർത്ഥ്യം മനസ്സിലാക്കലാണ് വിപസ്സന. മറ്റു ധ്യാനമാർഗങ്ങളിലും യോഗയിലുമുള്ളതുപോലെ പ്രാണായാമമോ ശ്വാസത്തെ ക്രമപ്പെടുത്തലോ ശാരീരികാഭ്യാസമോ ഒന്നും ഇവിടെയില്ല. ചിലപ്പോൾ ഇതൊരു ധ്യാനമാണെന്ന് പോലും കരുതാനാകില്ല. ഒരിടത്ത് സ്വസ്ഥമായി വെറുതെ ഇരിക്കുക, ശ്വാസം വരുന്നതും പോകുന്നതും മാത്രം നിരീക്ഷിക്കുക. ശ്വാസ നിയന്ത്രണം ഒന്നും വേണ്ട, ശ്വാസത്തെക്കുറിച്ച് ശ്രദ്ധ വേണമെന്നു മാത്രം. ശ്വാസം വരുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? മൂക്കിന്റെ അറ്റത്ത് തട്ടി പുറത്തേക്ക്, ആ ഭാഗങ്ങളിൽ കൂടി അകത്തേക്ക്, വീണ്ടും പുറത്തേക്ക്, വെറുതെ അത് നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുക. കേൾക്കുമ്പോൾ നിസ്സാരവും ലളിതവുമായി തോന്നും. എന്നാൽ അത്ര ലളിതമാണോ? അതറിയണമെങ്കിൽ ഗൗതമ ബുദ്ധന്റെ ധ്യാന വൈഭവം വെളിവാക്കുന്ന ഒരു ഉപദേശകഥ കേൾക്കാം. പിൽക്കാലത്ത് പ്രധാന ബുദ്ധശിഷ്യന്മാരിൽ ഒരാളായി മാറിയ മൗലികപുത്രൻ ആദ്യമായി ബുദ്ധനെ കാണാൻ വന്നത് കുറെ ചോദ്യങ്ങളുമായിട്ടാണ്. ചോദ്യങ്ങൾ കേട്ടുകഴിഞ്ഞ് ബുദ്ധൻ ചോദിച്ചു, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കേൾക്കാനാണോ അതോ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണോ താങ്കൾ വന്നത്? മൗലികപുത്രന്റെ ഉത്തരം ബുദ്ധിപരമായിരുന്നു. അങ്ങയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ വന്ന എന്നോട് താങ്കൾ ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആലോചിച്ചിട്ട് താങ്കളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാം. പിറ്റേ ദിവസം അയാൾ മടങ്ങിയെത്തിയിട്ട് പറഞ്ഞു, ചോദ്യങ്ങൾ പരിഹരിക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഈ ചോദ്യങ്ങൾ ഞാൻ പലരോടും ചോദിച്ചതാണ്, എന്നാൽ തൃപ്തികരമായ ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ധാരാളം ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ലഭിച്ചിട്ടുണ്ട്. ഞാനും കുറെ ഉത്തരങ്ങൾ നൽകിയാലും യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് പരിഹാരമാണ് ഞാൻ നൽകാൻ പോകുന്നത്. മൗലികപുത്രൻ പറഞ്ഞു, സന്തോഷം, അവ എനിക്ക് വേഗം തരിക. ബുദ്ധന്റെ മറുപടി മൗലികപുത്രനെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഒരു പരിഹാരവും മറുപടിയും എൻ്റെ കയ്യിലില്ല, എല്ലാം താങ്കളിൽ തന്നെയുണ്ട്. നിങ്ങൾ സ്വയം വളർത്തിയെടുക്കേണ്ടതാണത്. അതിനായി എന്നോടൊപ്പം 1 കൊല്ലം നിശബ്ദനായി കഴിഞ്ഞുകൂടുക. ഒരൊറ്റ ചോദ്യം പോലും ചോദിക്കരുത്. 1 കൊല്ലം കഴിയുന്ന ദിവസം എല്ലാ ചോദ്യത്തിനും ഞാൻ ഉത്തരം പറയാം. ബുദ്ധന്റെ ഈ വാക്കുകൾ കേട്ട് അടുത്തുണ്ടായിരുന്ന സരീപുത്രൻ എന്ന മുഖ്യ ശിഷ്യൻ ചിരിക്കാൻ തുടങ്ങി. ഈ ചിരി കേട്ട് മൗലികപുത്രന് ആകാംക്ഷ അടക്കാനായില്ല. ചിരിക്കാൻ മാത്രം എന്താണ് ഇവിടെ സംഭവിച്ചത്? സരിപുത്രൻ പറഞ്ഞു, നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചോദിക്കുക. 1 കൊല്ലം കാത്തിരിക്കരുത്. എനിക്കും ഇത് തന്നെയാണ് സംഭവിച്ചത്. 1 കൊല്ലത്തെ മൗനത്തിനും ധ്യാനത്തിനും ശേഷം നാം ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. ചോദ്യത്തിന്റെ ഉറവിടം തന്നെ ഇല്ലാതാകും. ഈ ഗുരു ഒരർത്ഥത്തിൽ ചതിയനാണ്. ഒരു ഉത്തരവും തരാൻ പോകുന്നില്ല.
അപ്പോൾ ബുദ്ധൻ ഇടപെട്ടു പറഞ്ഞു, സരിപുത്ര, ഞാൻ വാക്കുപാലിക്കും. 1 കൊല്ലം കഴിഞ്ഞാൽ താങ്കൾ ചോദിച്ചു കൊള്ളുക. മൗലികപുത്രൻ തികഞ്ഞ മൗനത്തിൽ ധ്യാനം ചെയ്തു. രാവും പകലും മറന്നുകൊണ്ടുള്ള ഉപാസന. 1 വർഷം കഴിഞ്ഞു പോയതൊന്നും അയാൾ അറിഞ്ഞില്ല. എന്നാൽ ബുദ്ധൻ അതോർമ്മയുണ്ടായിരുന്നു. മൗലികപുത്രന്റെ വിഹാരത്തിലെത്തി അദ്ദേഹം ചോദിച്ചു, ഇവിടെ മൗലികപുത്രൻ എന്നൊരാൾ എന്നോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. 1 വർഷം കഴിഞ്ഞ് അതിനുള്ള മറുപടിയുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത്. മൗലികപുത്രൻ ദയവായി മുന്നോട്ട് വരിക. അവിടെ കൂടിയിരുന്ന 10,000-കണക്കിന് ഭിക്ഷുകികൾ മൗലികപുത്രനെ തിരയാൻ തുടങ്ങി. അക്കൂട്ടത്തിൽ മൗലികപുത്രനും ഉണ്ടായിരുന്നു. ബുദ്ധൻ ആളെ മനസ്സിലായി. ഹേ, നിങ്ങളല്ലേ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചത്? എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ തിരിഞ്ഞു നടന്നാലോ? മൗലികപുത്രൻ പറഞ്ഞു, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള മൗലികപുത്രനെ കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്. അയാൾ മരിച്ചുപോയി. എനിക്കിപ്പോൾ യാതൊരു സംശയവുമില്ല. ഓരോരുത്തരുടെയും ഉള്ളിൽ നടക്കുന്നത് എന്താണ്? സ്വയം തിരിച്ചറിയാനാകുന്ന ചോദ്യങ്ങൾക്കെല്ലാം സ്വയം ഉത്തരം കണ്ടെത്താനാകുന്ന ഒരു ധ്യാനമാർഗത്തിലേക്ക് നമുക്കും കടക്കാനാകും. ജീവിത സന്ധാരണത്തിന്റെ വഴികളിൽ ധർമ്മബോധത്തോടും ആകാംക്ഷയും ആകുലതകളും ഒഴിഞ്ഞ് ശാന്തരായി മുന്നേറാനുള്ള വഴികാട്ടിയാണത്. അതിനായി നമുക്ക് വേണ്ടതോ മൗനമായ സ്വസ്ഥമായ കുറച്ചു മണിക്കൂറുകൾ മാത്രം. ഒപ്പം നോക്കേണ്ടത് അവനവന്റെ ഉള്ളിലേക്കാണെന്ന തിരിച്ചറിവും.